Archana PP എന്നാണ്. ഞാൻ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് 2019 ബാച്ചിലെ ഒരു ഓഫീസറാണ്. നിങ്ങൾ ഈ IAS IPS എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സിവിൽ സർവീസാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസും. ഇതിൽ 2018 നടന്ന സിവിൽ സർവീസ് എക്സാമിൽ 334 റാങ്ക് കിട്ടിയിട്ടാണ് എനിക്ക് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് കിട്ടിയത്. സ്കൂളിംഗ് എന്ന് പറയുന്നത് ഞാൻ കേന്ദ്രീയ വിദ്യാലയ പയ്യന്നൂരാണ് പഠിച്ചത്. 1 മുതൽ +2 വരെ അവിടെ തന്നെയായിരുന്നു. +2 സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ സ്കൂൾ കാലത്ത് അങ്ങനെ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഡെയിലി വന്ന് ഹോംവർക്ക് ചെയ്യും. പിന്നെ നിങ്ങളെയൊക്കെ പോലെ പരീക്ഷ അടുപ്പിച്ച് കുറച്ചുകൂടെ പഠിക്കും. ഒരു അബവ് ആവറേജ് പെർഫോമർ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കേൾക്കാനിരിക്കുന്ന കുട്ടികളിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം എന്താണ്, അതൊക്കെ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോട് കുറച്ചുകൂടെ താല്പര്യമുള്ള, ശരി എനിക്ക് ഡാൻസർ ആവണം, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, സയന്റിസ്റ്റ് ആവണം എന്ന് ഉറപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ടാവാം. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ സബ്ജക്റ്റിനോടും ഒരുപോലെയുള്ള സമീപനമാണ്. എല്ലാത്തിനോടും വർക്ക് ചെയ്ത് മാർക്ക് കിട്ടുന്നുണ്ട്. സ്വപ്നങ്ങളെന്ന് പറയുന്നത് ഓരോ വർഷവും അല്ലെങ്കിൽ വർഷങ്ങളും ഓടുമ്പോൾ മാറി മറിയുന്ന ടൈപ്പ് ആൾക്കാരാവാം. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, പാരൻസിനോട് ചോദിക്കാം, അല്ല ഇതിന് മടിയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ നോക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ഇഷ്ടമുള്ള വിഷയം, ഇഷ്ടമുള്ള ജോലി, ഇതിനെക്കുറിച്ച് കൂടുതൽ കുറേ ജോലികളെ കുറിച്ചൊക്കെ അറിഞ്ഞ് ഏതാണ് ഇഷ്ടം എന്നൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും അതിന് സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സാധനങ്ങൾ എന്താണോ, സ്കൂളിൽ മാത്രമല്ല പുറത്തായാലും കേൾക്കുന്നത് എന്താണോ അതിന്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടി ഈ ബൈഹാർട്ട് മാത്രം പഠിക്കാതെ അതെന്താണെന്ന് കുറച്ചുകൂടി ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ട് ചോദിക്കുക. എന്ത് മണ്ടൻ ഡൗട്ടായാലും സാരില്ല, ആദ്യം ചോദിക്കുമ്പോൾ മാത്രമേ അത് മണ്ടത്തരാവും. നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി. അതുപോലെ കൂടുതൽ പത്രങ്ങളൊക്കെ എടുത്ത് കുറച്ചുകൂടെ വായിക്കാൻ ശ്രമിക്കുക. ഇതല്ലാതെ ഇതിന് പുറത്തുള്ള പുസ്തകങ്ങളൊക്കെ എടുത്തെടുത്ത് വായിക്കുക, നല്ല സിനിമകൾ കാണുക, പാട്ട് കേൾക്കുക, സ്പോർട്സിന് പോവുക. പിന്നെന്താണ്, ഈ ടീം ആക്ടിവിറ്റീസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങൾ കേൾക്കുന്നില്ല, ഇപ്പൊ ലൈക്ക് NSS, NCC, ഇപ്പൊ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ഉണ്ട്, പിന്നെ മറ്റ് ക്യാമ്പുകളുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, അങ്ങനെ ബാലസഭ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിലൊന്നും നിങ്ങളെ പാരന്റ്സ് വിടുന്നില്ലെങ്കിൽ പോലും ടീച്ചേഴ്സിനെയൊക്കെ വെച്ച് എങ്ങനെയെങ്കിലൊക്കെ നിർബന്ധിച്ച് ഇതിനൊക്കെ കൂടുതൽ പോവാൻ നോക്കുക. നമുക്ക് മൊത്തത്തിൽ കുറച്ചുകൂടി എന്റർടൈനിങ്ങും ആയിരിക്കും, കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇനി ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സോഷ്യൽ സയൻസസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു ഡേറ്റ് എഴുതി അത് സൈഡിൽ ഇങ്ങനെ എഴുതി ബൈഹാർട്ട് മാത്രം പഠിക്കാതെ അത് ശരിക്കും എന്താണ് സംഭവിച്ചത്, അത് എന്തുകൊണ്ട് സംഭവിച്ചു, അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായി, അങ്ങനെ മനസ്സിലാക്കുക. ജോഗ്രഫി ആണെങ്കിൽ എക്സാക്ട്ലി എങ്ങനെ, ഇപ്പൊ മഴ വരുന്നതാണെങ്കിൽ എക്സാക്ട്ലി എങ്ങനെയാ സംഭവിക്കുന്നത്. എക്കണോമിക്സ് ആണെങ്കിൽ കാശിനെ കുറിച്ച്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ചോദ്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഒരുപാട് ചോദിക്കുക. അച്ഛനമ്മയോടായാലും സംശയം ചോദിക്കുക. എന്നിട്ട് കൂടുതൽ മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ കൂടുതൽ ചെയ്യേണ്ടത് പത്രം വായിക്കുന്ന ചെറിയ ശീലങ്ങളൊക്കെ തുടങ്ങണം. അതില്ലെങ്കിൽ അത് ഇനി തുടങ്ങണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല വെച്ച് തുടങ്ങും. ഇപ്പൊ സ്പോർട്സ് ആണ് ഇഷ്ടമെങ്കിൽ ഇച്ചിരി സ്പോർട്സ് വായിക്കുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്ത് സാധനമാണെങ്കിലും വായിച്ച് ഇച്ചിരി വായിച്ച് പഠിച്ച് തുടങ്ങണം. പിന്നെ ഇത് കൂടാതെ മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ശ്രമിക്കുക. ഇപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് ആ സമയത്ത് ടോട്ടോച്ചാൻ എന്നൊരു ബുക്കായിരുന്നു. ടോട്ടോച്ചാനൊക്കെ നല്ല പുസ്തകമാണ്, അതൊക്കെ വായിക്കുക. പിന്നെ പാട്ട് ഇഷ്ടമാണെങ്കിൽ പാട്ടൊന്നും വിടരുത്. ഹോബി എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡാൻസ് ഇഷ്ടമാണെങ്കിൽ അതും ഫോളോ ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ മൊത്തത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. അത് ആക്ച്വലി സിവിൽ സർവീസസിൽ ഒരു ഇന്റർവ്യൂവിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അവിടെയും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുക. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓവർ ടൈം നിങ്ങളൊരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് സിവിൽ സർവീസസിലോട്ട് വരാൻ, ആ എക്സാം എഴുതി വരാൻ വേണ്ടി പറ്റും. ജോലി
ജോലി എന്ന് പറയുമ്പം ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആക്ച്വലി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഡോക്ടർ, എഞ്ചിനീയർ, പോലീസ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പം നിങ്ങൾ ടീച്ചിങ്, അതിൽ കൂടുതൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പം മ്യൂസിക്കോ ഡാൻസോ അത് തന്നെ നിങ്ങളുടെ പ്രൊഫഷനായി എടുക്കാം. ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, NGO സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് പോലും ഒരു ജോബ് ഓപ്ഷനാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ഇഷ്ടം എന്നുള്ളത് നിങ്ങളിപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടം ഇന്ത്യൻ സിവിൽ സർവീസസ് ആണെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സർവീസസ് ഉണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പോലീസ് സർവീസ്, ഫോറിൻ സർവീസ്, റവന്യൂ സർവീസ്, അക്കൗണ്ട്സ്, പോസ്റ്റൽ, ഇതൊക്കെ കുറച്ച് ടൈപ്പ് മാത്രമാണ്. ഇതിലൊക്കെ ബേസിക് ആയിട്ട് പോകുന്ന ഒരു ഐഡിയ എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ അവിടെ ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ കാണാം. ഇപ്പം IAS ആണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ, അല്ലെങ്കിൽ പോലീസാണ് SP എന്നുള്ളതൊക്കെ ഒരു പോസ്റ്റ്, ചില പോസ്റ്റുകൾ കാണാം. ഇതൊക്കെ സിവിൽ സർവൻസ് ആണ് വരുന്നത്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വിചാരിച്ചാൽ ഇന്ത്യൻ സിവിൽ സർവീസസ് എന്ന് പറഞ്ഞിട്ട് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉണ്ടാവും. എല്ലാ വർഷവും ഒരു തവണയാണ് എക്സാം വിളിക്കുക. എക്സാമിന് തന്നെ 3 സ്റ്റേജ് ഉണ്ട്. ഒരു പ്രിലിമിനറി സ്റ്റേജ്, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മെയിൻ എക്സാം എഴുതണം, അതും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിന് പോകണം. അപ്പം ഇങ്ങനെയാണ് ആ പ്രൊസീജിയർ നിൽക്കുന്നത്. ഏത് ജോലിയായാലും ഇപ്പോൾ പറഞ്ഞതുപോലെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതിലൊന്നും പറയാത്ത ഫാമിംഗ്, കൃഷി എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. ഇതിലേക്ക് ഉപരി പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, ഹാവിങ് ദ ഡ്രീം ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഗോൾ വേണം, ഒരു എയിം വേണം, അതിനു വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. സ്കൂൾ ടൈം എന്ന് പറയുന്നതൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാനും പഠിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള ടൈമാണ്. എൻജോയ് ദാറ്റ്, ബട്ട് ഡു ഹാവ് ദാറ്റ് വൺ ഡ്രീം ആൻഡ് go and achieve it. അപ്പോൾ എല്ലാവർക്കും all the best from my side.